യാക്കോബായ സുറിയാനി സഭയുടെ പുതിയ കാതോലിക്കാവുന്ന ജോസഫ് മാർ ഗ്രിഗോറിയസിന് ആശംസകൾ നേർന്ന് മഞ്ഞനിക്കര മാർ സ്റ്റെഫാനോസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ നിന്ന് ബർസോമോ റംബാച്ചനും ഇടവക വികാരി ഫാദർ എബി സ്റ്റീഫനും. ഞാൻ ബർസോമോ റംബാച്ചൻ, പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ്തുതിയൻ പാത്രീർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന മഞ്ഞിനിക്കര ദേറായിൽ വസിക്കുന്ന റംബാച്ചനാണ്. ഈ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ഒരിക്കലും വിസ്മരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമല്ല. ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് ഈ സഭയിൽ ഉറപ്പിച്ചതായ സത്യവിശ്വാസം അണുയിട വ്യതിചലിക്കാതെ മലങ്കര സഭയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ തക്കവണ്ണം സുദൃഢമായ കരങ്ങളിലേക്കാണ് ശ്രേഷ്ഠ ബാവ മുൻകൂട്ടി ഒരു ദീർഘദർശനം എന്നതുപോലെ പ്രവചിച്ച് ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ ആ സ്ഥാനത്തേക്ക് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. എല്ലാവരോടും ഒപ്പം ഞങ്ങളും സന്തോഷിക്കുന്നു. ആഗമാന സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ നിമിഷമാണ്. ഞാനിവിടെ നിൽക്കുന്നത് മഞ്ഞിനിക്കര സെൻറ്റ് സ്റ്റീഫൻസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ വികാരി എന്ന നിലയിലാണ്. പ്രത്യേകിച്ച് ആഗമാന സുറിയാനി സഭയുടെ തലവനായിരുന്ന മൊറാൻ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ്തുതിയൻ പാത്രീർക്കീസ് ബാവായെ മഞ്ഞിനിക്കരയിലേക്ക് സ്വീകരിച്ചതും അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളുവാൻ ഇടം ഒരുക്കിയതും മഞ്ഞിനിക്കര മോർ സ്റ്റെഫാനോസ് കത്തീഡ്രൽ ഇടവകയാണ്. ഇടവക 100-ാം വർഷത്തിലായിരിക്കുമ്പോൾ ഇടവകയുടെ സന്തോഷത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് ശ്രേഷ്ഠ ബാവയായിട്ട് ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഉയർത്തപ്പെടുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഇടവകയോട് ചേർന്നാണ് അനേകായിരം തീർത്ഥാടകർ കാൽനടയായി എത്തിച്ചേരുന്ന മഞ്ഞിനിക്കര ഏലിയാസ് ബാവയുടെ കബറിടവും ദേറായും അതുപോലെ തന്നെ ദേറ കത്തീഡ്രലും സ്ഥിതി ചെയ്യുന്നത്. ഈ മഞ്ഞിനിക്കരയുടെ പുണ്യഭൂമിയെ സംബന്ധിച്ചിടത്തോളം സഭ പുതിയൊരു നാഴികക്കല്ലിലേക്ക് കടക്കുന്നതായ സമയത്തിൽ മഞ്ഞിനിക്കര ദേശമൊന്നാകെ മലങ്കര സഭയോടൊപ്പം ആഗമാന സുറിയാനി സഭയോടൊപ്പം സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഇടവകയുടേതായ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഉയർത്തപ്പെടുന്ന ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ്സിന് ഈ അവസരത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു.